നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ 2025 ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഏതൊരാൾക്കും എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. 2025 നിങ്ങളൊരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇനി പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ വൈ. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നത്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പാഷൻ എന്താണ്. ഒരാളുടെ പാഷനും ഒരാളുടെ പ്രൊഫഷനും ഒന്നായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്തിനാണ് ബിസിനസ് തുടങ്ങുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, അവരുടെ എന്ത് പ്രശ്നത്തിനാണ് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തുക. വേണമെങ്കിൽ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏത് വിധേനയായി കഴിഞ്ഞാലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിന്, ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഏത് പ്രശ്നത്തിന് പരിഹാരം, അവരെങ്ങനെ ഇതെടുക്കാൻ പോകുന്നു എന്നതിനെ പറ്റിയിട്ട് മുൻകൂറായിട്ടൊരു ഐഡിയ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് റിസർച്ച് നടത്തേണ്ടത് നിർബന്ധമാണ്. മൂന്നാമത്തത് ക്രിയേറ്റ് എ ബിസിനസ് പ്ലാൻ. എന്ത് ബിസിനസ്സിനും നിർബന്ധമായിട്ടും കുറേ ഫങ്ഷൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, HR ഉണ്ട്, L&D ഉണ്ട്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇങ്ങനെ പോകുന്ന ഓരോ കാര്യങ്ങളും ഇത് വലിയ കമ്പനികൾക്ക് മാത്രമല്ല, എത്ര ചെറുതായി കഴിഞ്ഞാലും ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഫൈനാൻസ് എങ്ങനെ, മാർക്കറ്റിംഗ് എങ്ങനെ, സെയിൽസ് എങ്ങനെ, ഇതെങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വരാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് മുൻകൂറായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. അതാണ് ക്രിയേറ്റ് എ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. നാലാമത്തത് ബിൽഡ് എ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ്. ഏത് ബിസിനസ്സിനും ചെറുതായാലും എത്ര വലുതായാലും അവർക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാവണം. ഇവർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പ്രസൻസ് കാണിച്ചുകൊണ്ടേയിരിക്കണം. പെയ്ഡായിട്ടും ഓർഗാനിക്കായിട്ടും ഈ ബിൽഡ് എ ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ബിൽഡ് എ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് പ്രിപ്പയർ ഫോർ ഫൈനാൻസ്. പണത്തിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. എത്രമാത്രം പണം നമുക്ക് വേണം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് ഏതെല്ലാം വഴികളിലൂടെയാണ് നമുക്ക് കിട്ടുക, അത് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം. അല്ല എങ്കിൽ സാധാരണയായിട്ട് മിക്കവാറും ബിസിനസ്സുകൾ വഴിയിൽ മുടങ്ങിപ്പോകുന്നതിന് കാരണം പണത്തിൻ്റെ ലഭ്യത കുറവാണ്. അതുകൊണ്ട് കൃത്യമായ പ്ലാൻ ഉണ്ടാവണം. ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മുടെ ബിസിനസ്സിന് പണം വരുന്നത്, ഏതെല്ലാം വഴികളിലൂടെയാണ് നമുക്കത് സ്വരൂപിക്കാൻ പറ്റുക എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണ വേണം. ഇതാണ് 5 കാര്യങ്ങൾ നിങ്ങൾ 2025 ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട 5 കാര്യങ്ങൾ. എന്തായി കഴിഞ്ഞാലും 2025 നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഏറ്റവും മികച്ചതാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.